ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ടെക്നിക്കലി ഡേ 2 1 അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നു ഡേ 2 എന്ന് പറയാം നമുക്ക്. അപ്പം നമ്മൾ സ്കാൻ ചെയ്തു കേട്ടോ. നമ്മൾ റെഡ് ബസ് വഴി ബുക്ക് ചെയ്തത് നമുക്ക് സ്കാനായി കിട്ടി. കയറാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്ട്രാ സെപ്പറേറ്റ് ടിക്കറ്റോ കാര്യങ്ങളൊക്കെ 9 പഗോഡകളാണ് ഉള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട് വെളിയിൽ നിന്ന്, പക്ഷെ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ആ രണ്ടും കൂടെ വരുമ്പോ നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാ. ഇത് നമ്മുടെ ഫൂക്കിയത്തിലെ ബിഗ് ബുദ്ധന്റെ അത്ര പോരാ. അത് നമ്മുടെ ഫൂക്കിയത്തിലെ ബുദ്ധനാണ്. ബുദ്ധൻ ഒരു ബിഗ് ബുദ്ധ. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പം തിരിച്ച് മേപ്പോട്ട് കയറാനാണ്, ജെൻറ്റിങ് ഐലൻഡിലേക്കോട്ട്. നമ്മളിവിടെ തിരിച്ചു കയറി. വീണ്ടും ഇവിടെ നമ്മൾ ചീസ് സ്റ്റേഷൻ അവിടെ നമ്മൾ കയറി. നമ്മുടെ നേരത്തെ ടിക്കറ്റ് തന്നെ ഇവിടെയും വർക്കാവും. പിന്നെ ഒന്ന് സ്കാൻ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അതേ ടിക്കറ്റ് തന്നെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും വന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക്, പിന്നെ തിരിച്ചു വരുന്ന വഴിക്കൊക്കത്തില്ല, പോകുന്ന വഴി അതേ ദിവസം. അപ്പം ഇവിടെ പിന്നെ സ്കാൻ ചെയ്യാനുള്ള പരിപാടിക്കാണ്. എന്നിട്ട് വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ട് ജെൻറ്റിങ് ഹൈലൻഡിലേക്കൊക്കെ വന്നത്. ഞങ്ങളങ്ങനെ ഫൈനലി ജെൻറ്റിങ് ഹൈലൻഡ്സിലെത്തി. ഒരു വലിയ മോളാണ്. ഓരോ ചെറിയ കടകളും, കുറേ ചെറിയ കടകളും ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾ പതുക്കെ നമ്മളാൽ ഒക്കുന്നത്ര വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ടലില്ലേ, അതിന്റെ ഫ്രണ്ടിലൊന്ന് പോകണമെന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ഇതിൽ കയറുമ്പോൾ എടുത്തിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മളിനിയിപ്പം ഓരോ പാട്ടും പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. വരും. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇങ്ങനെ ക്യൂ. അപ്പോൾ ജെൻറ്റിങ് ഹൈലാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാസ് വേഗസ് ടൈപ്പാണ് പറയുന്നത് കേട്ടോ. ജെൻറ്റിങ് ഹൈലാൻഡ് ലാസ് വേഗസിൻ്റെ ഒരു അറ്റംപ്റ്റ് അറ്റ് ക്രിയേറ്റിംഗ് എ ലാസ് വേഗസ്. ഞാൻ ലാസ് വേഗസ് പോയിട്ടില്ല, പക്ഷേ വീഡിയോസും പിക്ചേഴ്സും മൂവീസിലൊക്കെ കണ്ടെടുത്തോളം മേ ബി ഒരു സ്മോൾ സ്കെയിൽ മേ ബി 0.25% 0.10% വേണമെങ്കിൽ പറയാം. അപ്പം ഈ മോളിൽ കുറേ അട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് വാങ്ങിക്കാം. ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റൊന്നുമില്ല. ഇവിടെ എന്ത് ഗെയിമോ അല്ല വാട്ടെവർ നമ്മൾക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ പോവുക, അതിൻ്റെ ടിക്കറ്റ് എടുക്കുക, അത് വാങ്ങിക്കുക, എന്നിട്ട് അതും ചെയ്യാം. അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാം. ഞങ്ങൾ മിക്കവാറും വിൻഡോ ഷോപ്പിങ്ങിലായിരിക്കും. അതെ, നമ്മൾ വേറെ ഒന്നും ടിക്കറ്റ് ഒന്നും എടുത്തില്ല. പക്ഷേ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ ഇച്ചിരി ചീപ്പറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇവിടെ വന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ഇവിടെ ഗെയിമാണ് തോന്നല്ലേ കുറച്ചും കൂടെ. ഗെയിമും ഉണ്ട്, പിന്നെ വെളിയിലത്തെ ഒരു തീം പാർക്കൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടും. പക്ഷെ കറങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കണ്ടില്ലേ, യൂണിക്ലോ
പോകാൻ ഒരു എസ്കലേറ്ററും വരാൻ 2 എസ്കലേറ്ററും. പിള്ളേരൊക്കെ അലറി വിളിക്കുന്ന ശബ്ദം. പിള്ളേരൊക്കെ അലറി വിളിക്കുന്നുണ്ട്. ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗെയിംസ് ഇരിക്കുന്നു, കളിക്കാൻ ഗെയിംസ്. മറ്റേ എറിഞ്ഞു വീഴ്ത്തുന്ന ഗെയിംസ്. ഒരു ചാൻസിന് 10 റിംഗിട്ട്, 4 ചാൻസിന് 30. വാഫിൾസ് ഉണ്ട്. ഇത് റൈഡ് ക്ലോസ്ഡ്, ഫെറീസ് വെല്ല. ശബ്ദം അതാണ്ട് കയറി പോന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ആർക്കേഡിന് വരെ ഉണ്ട് കേട്ടോ. 2 out of 2 in to win. ഓ ഇത് കണ്ടോ, താറാവിനെ പിടിക്കുന്ന കളി. അതിൽ അവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതാണ്ട് ഗിഫ്റ്റ് കിട്ടും. ഇത് നമ്മുടെ ഇതാ മറ്റേ ചായ അരിപ്പ. വീട്ടിലൊക്കെ ചെയ്യാവുന്ന പരിപാടി. പിള്ളേരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട്, എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇവിടെ ആരുമില്ലല്ലോ. ഇത് അതുപോലത്തെ ഏതാണ്ട എല്ലാം ഗിഫ്റ്റ് ടോയ്സ് അല്ലേ. ഈ പാവ ടെഡി അതാകുമ്പോ അവർക്ക് പൈസ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ഐസ്ക്രീമും ഉണ്ട്, പോപ്സിക്കൽ, ഡോണട്ട്സ്. ഇത് ഓരോ ഇതിനും ടിക്കറ്റ് വാങ്ങിക്കുന്നത്, ഓരോ റൈഡ്സിന് വേണ്ടിയിട്ട് ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഇവിടുന്ന് വാങ്ങിക്കാം നിങ്ങൾക്ക്. വി ആർ നൗ ക്യാഷ്ലെസ്. വി ആക്സെപ്റ്റ് വിസ കാർഡൊക്കെ. സ്കൈ ഹാങ്കർ. പ്രൈസിങ് ഉണ്ട്. പേപ്പർ റൈഡ്. ഫാമിലി റൈഡ്സിന് 16, അഡ്വഞ്ചർ റൈഡ്സിന് 14, ത്രിൽ റൈഡ്സിന് 22. 1 ഡേ അൺലിമിറ്റഡ് പാസിന് ഫോറിനേഴ്സിന് 110. 110 എന്ന് പറയുമ്പോൾ 1200 രൂപ. 110 എന്ന് പറയുമ്പോൾ ഏകദേശം 1200 രൂപ. ത്രിൽ 22. ഇത്ര ഹൈറ്റ് വേണം മാളിന് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലായിരിക്കും. അടുത്ത് കണ്ട് കുക്ക, ഡക്ക്, ലോബ്സ്റ്റർ പോട്ട്, എല്ലാ തരം ഗെയിംസുകളും ഉണ്ട്. ജംഗിൾ ജിം. അപ്പോൾ എനിക്കവരുടെ യൂണിഫോം കാണുമ്പോഴേ യൂണിഫോം ഇട്ട് മോളിതുകൊണ്ട് ആ ബോട്ട് വന്നു നിൽക്കുക. ബോട്ടിനെ കാണാൻ, എന്തോ ബോട്ടിനകത്തുള്ളത്. ആൾക്കാർ ഇരുന്നിട്ടുണ്ടല്ലേ. അവരിത് മൊത്തം ഏരിയൽ വ്യൂ ഒന്ന് കാണുമോ? മെല്ലെ പോവാ. ഇത് നടന്നു കാണുന്നതിന് പകരമേ അല്ലേ. ഒരു ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്കാണ്, വേറെ ഒന്നും ആയിട്ടില്ല. കൊച്ചിങ്ങൊക്കെ അതിനകത്ത് താല്പര്യമുള്ളവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇന്ന് അത്ര ക്രൗഡ് ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് അത്ര ക്രൗഡ് ഇല്ല, വീക്ക് ഡേ കൂടെ അല്ലേ. ഇവിടെ മറ്റേ ഹോട്ടലിലൊക്കെ ഗ്യാംബ്ലിങ്ങും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്, കസീനോ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത്. പിന്നെ പിള്ളേർക്കൊക്കെ ഇത് ഒരു നല്ലൊരു ഇഷ്ടപ്പെടും. കസീനോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. ഗ്യാംബ്ലിങ് ഗോവയിലൊക്കെ പോയിട്ട് ചെയ്യുന്നവർക്കൊക്കെ നല്ല ലീഗലായിട്ട് ഇവിടെ വന്ന് ചെയ്യാം.
റോയൽ കറോസൽ, മെരി ഗോ റൗണ്ട്. ഇതിൻ്റെ വീഡിയോ എടുക്കണം. ഇതിപ്പം ഇവിടെ ഒരു ടോയ് ഷോപ്പാണ്. ഇത് കണ്ടോ? ഇത് മൊത്തം കഴിക്കാനും ഒക്കെ ഉള്ളൊരു മോള്, എന്താ പറയുന്നത്, ഒരു ജനറൽ ഏരിയ അല്ലേ? 15ഉം പിന്നെ 10ഉം ഒക്കെയാണ്. 15ഉം 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 200-300 രൂപയാണ്. ഇതൊക്കെയുണ്ട് ഇവിടെ. കോയിനൊക്കെ ഇട്ടിട്ട് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് പോകുന്നതുകൊണ്ട് ഇതുകൊണ്ട് അവിടെ എൻട്രൻസ് തന്നെ ബോട്ടിൻ്റെ. ഇതുണ്ടോ അവള്? ശബ്ദം കേൾക്കാം, അലറുന്നു. ഇതെപ്പോഴും വർക്കിംഗ് ആയിരിക്കും. എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ അല്ലെങ്കിൽ അവർ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. ഓ അതുണ്ടോ ജംഗൽ സർക്കസ്. ഒരു കുപ്പി വെള്ളത്തിന് 5, ചെറിയൊരു കുപ്പിക്ക്. ഇവിടെ അവര് കാശുണ്ടാക്കുന്നത് ലൈക്ക് രാത്രിയിൽ സ്ട്രീറ്റിലിരിക്കുന്ന വൈബ്. നല്ലല്ലേ കാണാനല്ല, നല്ല രസമുണ്ട്. ടാക്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ടാക്സി വരും. അപ്പുറത്തെ റിസപ്ഷനും ചെക്കിനും ഒക്കെയാണ്. ഇതാണോ മറ്റേ വേൾഡ്സ് ലാർജസ്റ്റ്? നോക്കാം. നമ്മളങ്ങനെ കുറേ തെണ്ടിത്തിരിഞ്ഞ് മോളിലൊക്കെ കുറേ തെണ്ടിത്തിരിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ കാണിച്ചു ചെയ്തു. നിങ്ങളെയൊക്കെ കുറേയൊക്കെ കാണിച്ചു. ഇപ്പം വയറ് വിശന്ന് തുടങ്ങി. 2 മണിയായി. അപ്പം ഇവിടെ ഇതിനകത്ത് തന്നെ നമ്മൾ ഇറങ്ങുന്നിടത്ത്, അതായത് നമ്മൾ ഈ അവാന സ്കൈ വാക്കിന് ഇറങ്ങുന്നിടത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെറ്റലിംഗ് സ്ട്രീറ്റ്. അപ്പം അവിടെ ഇച്ചിരി വിലക്കുറവാന്ന് തോന്നുന്നു, അറിഞ്ഞൂടെ, നോക്കാം. അവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെനുവും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് പെറ്റലിംഗ് സ്ട്രീറ്റ്, മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ്. പിന്നെ നമ്മുടെ ബനാന ലീഫൊക്കെ ഉണ്ട്, ബനാന ലീഫ് ഫുഡൊക്കെ ഉണ്ട്. 17 റിംഗിറ്റിന്. ഇതാണ് മോള് മൊത്തം. കാണാമെന്ന് വിചാരിക്കുന്നത് താഴെ എന്തോ ഒരു വലിയ കടയാണ്. ഒരു കടേൻ്റെ മൊത്തം നടുക്കത്തെ ഒരു കട സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൊള്ളാം. ഓക്കെ, പൈനാപ്പിളും ഡ്രാഗൺ ഫ്രൂട്ടും
തേങ്ങ 18 റിംഗറ്റ്. എന്തായിട്ട് എഴുതി കൊടുക്കുന്നത്? ഇവിടെ നമുക്ക് എന്ത് വേണ്ടുന്നതെന്ന് വെച്ചാൽ എഴുതി കൊടുക്കണം. അപ്പം മെനുവിനകത്ത് ഓരോ ഫുഡിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നമ്മൾ എഴുതി ഇത് ചെയ്യുന്നത്. ഒന്ന് W01 എന്ന് വെച്ചാൽ ബർഗർ ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഫുഡ് നമ്മൾ ഒരു ഫ്രൈഡ് എഗ് വേണോ അതോ ഇതെന്ന് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു P24 ഒരു P24 പിന്നെ ഒരു ഫ്രൈഡ് എഗ്ഗും S21 എന്താ പറയുന്നത്? ഇതന്നെ വരുമോ? ഓക്കെ. ഡ്രിങ്കിന് മെനു എന്തായാലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഏത് ഡ്രിങ്കാണ് നമുക്ക് തരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതിനോടൊരു കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ജെൻറ്റിങ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ മെനു നോക്കി ഡിസ്ട്രാക്റ്റ് ആയി പോയി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്തിരി എക്സ്പെൻസീവ് ആവാൻ വഴിയുണ്ട്. സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് എന്തെങ്കിലും കൈ കരുതുന്നതായിരിക്കും ബുദ്ധി. സാൻഡ്വിച്ചോ കോൾഡ് സാൻഡ്വിച്ചോ അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കൈ കരുതുന്നതായിരിക്കും ബുദ്ധി. എന്താണെന്ന് വെച്ചാൽ അത് 7-Eleven ഉണ്ട് അവിടെ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. എല്ലാവരും വാങ്ങിച്ചത് ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഭയങ്കര തിരക്കാണ്. എല്ലാവരും അവിടോട്ട് ഓടുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാൻഡ്വിച്ചോ കോൾഡ് സാൻഡ്വിച്ചോ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൈഡിലിരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അന്ന് നിങ്ങൾക്ക് കഴിക്കാം. പൈസ സേവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് വന്ന് നമ്മുടെ മാതിരി റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ബഡ്ജറ്റ് മാതിരി ഓർഡർ ചെയ്യണം, അതും അതിൻ്റെ ഓപ്ഷനും ഉണ്ട് അല്ലേ. പിന്നെ ഇത് ബീനാസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതിൽ സ്ട്രീറ്റ് ഫുഡിൽ ഞങ്ങൾ പോയി. സ്ട്രീറ്റ് ഫുഡിലെല്ലാം 22 മണ്ടയ്ക്കാണ്. എക്സ്പെൻസീവ് അല്ല, പക്ഷേ എന്നാലും നമ്മൾ പറയത്തില്ല ഒരു സാറ്റിസ്ഫൈഡ് ഫുഡ് അല്ല താനും. മോസ്റ്റ്ലി അവരുടെ എല്ലാം ചൈനീസ് ഫുഡൊക്കെയാണ്. അപ്പം അത്ര സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കോഴീൻ്റെ കാല അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ നല്ലതാണ്. ഇവിടെ ഇച്ചിരി കൂടെ വെസ്റ്റേൺ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറേ ഫൈവ് ഗൈസും അങ്ങനത്തെ ഒക്കെ വെസ്റ്റേൺ ഫുഡൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിസ്സ ഹട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ചോയ്സസ് ഉണ്ട്. ഞങ്ങൾ ബീനാസിൽ ഇച്ചിരി പ്രൈസ് കുറവാണ്. അപ്പം ഇവിടെ വന്നിട്ട് കഴിക്കാനുള്ള ഇവിടെ ഉണ്ട്. ഫുഡ് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ രാവിലെ നമ്മൾ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബാട്ടു കേവ്സ് പൊളിഞ്ഞുകൊണ്ട്, പക്ഷേ ബാട്ടു കേവ്സിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. നമ്മളൊരു മസാല ദോശയും പറഞ്ഞിരുന്നു, ഒരു ഓണിയൻ ദോശയും പറഞ്ഞിരുന്നു. അപ്പം അത് കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് എല്ലാം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? മുട്ട പഫ്, ചെറിയൊരു പഫ്, പിന്നെ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്, പിന്നെ ബർഗർ കാണിച്ചു തരാം. ഫ്രൈഡ് എഗ്, ബ്ലാക്ക് കറൻറ്റ് ഫ്ലോട്ട്, ഐസ്ക്രീം, ചിക്കൻ പഫ്, പിന്നെ ബർഗർ. എല്ലാത്തിനും കൂടെ നമുക്ക് 24 റിംഗിറ്റായി. അതിനകത്ത് 24.50 റിംഗിറ്റായി. 24.50 റിംഗിറ്റ് എന്ന് പറയുമ്പം ഏകദേശം നോക്കണം, പറഞ്ഞുതരാം. 458. അപ്പോൾ 458 റുപ്പീസ്, 488. അപ്പം 488 റുപ്പീസ് ക്വൈറ്റ് റീസണബിൾ ആണ്. ഇത്രയും ഒരു ഇതിന് മോളിലായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ. വെളിയിലായിരുന്നെങ്കിൽ ഇതിൻ്റെ പാതി വിലയ്ക്ക് നമുക്ക് കിട്ടിയാണ് ഇത്രയും സാധനങ്ങൾ. ആക്ച്വലി നമ്മൾ 25 പേ ചെയ്തത്, 24.5. പക്ഷെ അതിൽ 25 ഞാൻ കൊടുത്തത് 25, ചില്ലറ 50 പൈസ. 24 പോയിന്റ്. എന്നാൽ പിന്നെ ഞങ്ങളെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നമ്മളപ്പം ഫുഡ് കഴിച്ചു, തിരക്കേടില്ലായിരുന്നു. 488 റുപ്പീസിന് നമുക്ക് വേർത്തിട്ടായിട്ട് തോന്നി കേട്ടോ. നമ്മൾ 3-4 ഐറ്റം കിട്ടി. എനിക്ക് തോന്നുന്നു വേർത്തിട്ട് തന്നെയായിരുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ചോയ്സാണ്. ബീനാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, മോസ്റ്റ്ലി മലേഷ്യൻ ഫുഡാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടും അല്ലേ. വെജിറ്റേറിയന്
വെജിറ്റേറിയൻസിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പെൻസീവ് തന്നെ ആയിരിക്കും. നിങ്ങൾ പിന്നെ വെജിറ്റേറിയൻ്റെ ഓപ്ഷൻ ഉണ്ടായിട്ട് അത് ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണ്. അത് ഒരാൾക്ക് മാത്രം കണ്ട് 17-18 താലി ടൈപ്പ്, വേറെ നിങ്ങൾ നോക്കേണ്ടി വരും. പക്ഷേ നോൺ വെജിറ്റേറിയൻസിന് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ജെൻറ്റിക് ഐലൻഡിനകത്ത് റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ആനയൊക്കെ അലരുന്ന കേൾക്കാം. ഇതും ഫുൾ റൈഡ്സ് തന്നെ. ഇതും റൈഡ്സ് തന്നെയാണ് കേട്ടോ. എല്ലാത്തിനകത്തും പൈസ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അട്രാക്ഷൻസ് വെച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിള്ളേരും പിന്നെ നല്ല സ്പെൻഡ് ചെയ്യാനുള്ള ഇതുമായിട്ട് വരണം, അല്ലാതെ ഭയങ്കര ബോറിങ്ങാണ്. മോറീഷ്യസിലുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഇറങ്ങാറായി. നമ്മൾ ജെൻറ്റിങ് ഒക്കെ കണ്ടു. അതിൻ്റെയൊക്കെ റിവ്യൂ ഇപ്പം പതുക്കെ പറഞ്ഞു തരാം. പക്ഷേ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. റിട്ടേൺ ടിക്കറ്റിനോട് തന്നെ സ്കൈവേൻ്റെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പം റിട്ടേൺ പോവാം, കേബിൾ കയറി പോവാം. ഞങ്ങളങ്ങനെ ഫൈനലി നമ്മുടെ റൂമിലെത്തി. കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ സൺസെറ്റിൻ്റെ വ്യൂ ആണിത്. സൺസെറ്റ് ആകുന്നു, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മരുതേക്ക ടവർ, KL ടവർ, നമ്മുടെ പെട്രോണസ് ടവർ. ഇത് പെവിലിയൻ മോളിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന്. അപ്പം നമ്മൾ ബസ് കറക്റ്റ് 5:30 5:30 ആയിരുന്നല്ലോ, അല്ല 5 മണി കറക്റ്റ് 5 മണിക്ക് ബസ് വന്നു. നമ്മളവിടെ ടിവിക്കകത്ത് 5:15 പുള്ളി ബസ് പെട്രോൾ പമ്പിൽ നിർത്തി. എന്നിട്ട് 6 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയിരുന്നു. നമ്മൾ 6 മണിക്ക് KL സെൻട്രലിൽ എത്തിയിട്ട് പിന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഗ്രാബ് എടുക്കാം, അല്ലെങ്കിൽ 2 നമ്മൾ നോക്കിയപ്പം ഇതുണ്ടായിരുന്നു, മെട്രോ ഉണ്ടായിരുന്നു. അപ്പം മെട്രോന് വെറും 1.7 റിംഗിറ്റേ ഉള്ളായിരുന്നു ഒരാൾക്ക്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ചേർത്തിട്ട് എങ്ങാണ്ട് 64 റുപ്പീസ് ആയതേ ഉള്ളൂ. ഗ്രാബിനായിരുന്നെങ്കിൽ നമുക്കൊരു സംവെയർ റഫ്ലി അറൌണ്ട് 480-60 ആയനെ. ഓൾമോസ്റ്റ് ഒരു 410 റുപ്പീസ് ലാഭം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഇതിൽ വന്നതുകൊണ്ട്. കറക്റ്റ്. നമ്മൾ അപ്പം നമ്മുടെ മെട്രോ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ വന്ന് ലാൻഡ് ആവുന്നത്. ഈ ലൈറ്റ് ഫ്ലിക്കർ ആവുന്ന കാണുന്നില്ല, അവിടെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇവിടാണ് മോണോറെയിൽ ഉള്ളത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, മെട്രോ എടുക്കുന്നോ മോണോറെയിൽ എടുക്കണമെന്ന്. അപ്പം മോണോറെയിൽ എടുക്കണമെങ്കിൽ വേറൊരു സ്റ്റേഷനിൽ നിന്ന് മാറി കയറണമായിരുന്നു. മെട്രോ ആയതുകൊണ്ട് നമ്മൾ മെട്രോ എടുത്തു. മെട്രോ ഇവിടം വരെ വന്ന് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. മെട്രോ ആയിരുന്നു, ഇവിടം വന്നു. നമുക്ക് പിന്നെ നമ്മുടെ ഹോട്ടലിലേക്കോട്ട് ഒരു മേബി 3-4 മിനിറ്റ്സ് നടത്താം, അത്രേ ഉള്ളായിരുന്നു. വെൽ സെറ്റപ്പ് മെട്രോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ മെട്രോനെ പോലെ തന്നെ തിരക്കൊക്കെ ആയിരുന്നു. പീക്ക് ടൈം, ഓഫീസ് അവേഴ്സ് അല്ലേ, ഇപ്പൊ എല്ലാവരും വീട്ടിലേക്കോട്ട് പോകുന്ന സമയം. അപ്പം നമുക്ക് ഒരു ഊഹിക്കാം, ഗസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. നമ്മളിപ്പം KL സെൻട്രൽ മെട്രോയിൽ നിന്ന് ഇറങ്ങി ബുക്കിറ്റ് ബിൻടാങ്ങിൽ വന്നു. ആകെ എത്ര, നമുക്കൊരു 50-60 രൂപയായതേ ഉള്ളൂ. ഏകദേശം ഒരു ഇപ്പം വന്നതിന് 24-25, എനിക്ക് തോന്നുന്നു ഒരു 25-40 രൂപയായിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ വരാൻ. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഈ ട്രിപ്പിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡ് വരെ കാണുന്നവർക്ക് മാത്രമേ ഈ റിവ്യൂ നമ്മൾ പറയുന്നത് കേൾക്കത്തുള്ളൂ. അപ്പം ഇതുവരെ എൻഡ് വരെ ഇരുന്നവർക്ക് താങ്ക് യു. അപ്പം ഞങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കാം, ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ജെൻറ്റിക് ഹൈലൻഡ് നെവർ റെക്കമെൻഡഡ്. നിങ്ങൾ അവിടെ ഒരു പോയിട്ട് ഇപ്പം ഓക്കെ ഒരു തീം പാർക്കോ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് അവിടെ പോയിട്ട് വെറും ആ ഒരു ഗൊണ്ടോലൻ്റെ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ നോട്ട് വർത്ത് ഇറ്റ്. പോസ്റ്റ് ആവും നിങ്ങളൊരു വിത്തിൻ 1 hour, 2 hours ഞാൻ പറയത്തില്ല, വിത്തിൻ 1 hour നിങ്ങൾ പോസ്റ്റ് ആവും.
അവിടെ കാണാനും കേൾക്കാനും വെറും ആ അമ്പലം കൊള്ളാം കേട്ടോ. അമ്പലം നല്ല അടിപൊളിയാണ്. അമ്പലത്തിലേക്കോട്ട് പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ ഗുഡ്. പക്ഷെ അല്ലാതെ ഈ ജെൻറ്റിങ് ഹൈലാൻഡിൽ പോയിട്ട് അവിടെ മോളും ഒക്കെ സപ്പോസ് പോവാണെങ്കിലും ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന പോലെ ബസ് ടിക്കറ്റ് എടുത്തിട്ട് വരണം. അല്ലാതെ ഇങ്ങനെ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ പോയാലുണ്ടല്ലോ, അവിടെ നമ്മൾ എത്രയോ പേരെ കണ്ടു. ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി പേര് വന്നവര് മറ്റേ എന്തായിരുന്നു ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ വഴി വന്നവരാ. അവർക്ക് 6 മണി 7 മണി വരെ ഇരിക്കണം. കാരണം കൂടെ വന്നവർ വരണമല്ലോ, എങ്കിലേ അവർ ബസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് എങ്കിലേ തിരിച്ചു വരാനൊക്കത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഇരിക്കാനും. കുറച്ച് സ്പേസേ ഉള്ളൂ. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അത്രയും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കണം. അപ്പൊ അവിടെ നമ്മുടെ കാശ് കുറെ പോകും. അപ്പം ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മലേഷ്യ വരുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ടൂർ ഓപ്പറേറ്റർ വഴി അവർ ജെൻറ്റിങ് ഹൈലാൻഡ് തരിക, സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ പോകാതിരിക്കുന്നേ നല്ലത്. വേണമെങ്കിൽ അമ്പലം വന്നിട്ട് കാണാം, പക്ഷേ അവിടുന്ന് നേരത്തെ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ വരാം. 10 റിംഗിറ്റേ ഉള്ളൂ. 21 റിംഗിറ്റ് വിത്ത് കേബിൾ കാറും താപ്പോട്ട് വരാൻ നിങ്ങൾക്ക് 21 റിംഗിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടൂർ വഴി പോയാലും ഒരു 21 റിംഗിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. എന്നിട്ട് ആ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റി എക്സ്പ്ലോറോ അല്ലെങ്കിൽ ഈ സിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞങ്ങൾ ഡെഫിനറ്റ്ലി നോട്ട് റെക്കമെൻഡിങ് ജെൻറ്റിങ് ഹൈലാൻഡ്. ഞങ്ങളുടെ ഒപ്പീനിയൻ കേട്ടോ. അപ്പം നമ്മൾക്ക് അവിടെ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു പോസ്റ്റ് ആയിരുന്നു അവിടെ. പിന്നെ 5 മണിക്കായിരുന്നു നമ്മൾ ബസ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കല്ലാതെ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിന്നു. അല്ലെങ്കിൽ നമ്മൾക്കല്ലേ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ വന്നിട്ട് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കിയാനായിരുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ മലേഷ്യൻ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം മലേഷ്യയിലെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ. സൺസെറ്റ് വ്യൂ മാള് നാളെ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ കാണാം. നമുക്ക് ഇന്ന് എടുക്കായിരുന്നു. ഇപ്പൊ എനിക്ക് നാളെ ഇങ്ങനെ കിട്ടണേ നല്ല ഭംഗിയായിരിക്കും അല്ലേ? നമ്മളാണെങ്കിൽ കറക്റ്റ് ഈ സമയോ 6:30 ബുക്ക് ചെയ്തിരിക്കുന്നത്. 6:30 കഴിഞ്ഞു. ഈ 7 മണി ഈ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പോകുന്ന ഈ സമയത്ത് 6:30